പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ ഫോണിലെ ചില ഭാഗങ്ങളിലെ ടെക്സ്റ്റുകൾ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യാം. പക്ഷേ ചില ടെക്സ്റ്റുകൾ, ഞാനിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ വാട്സപ്പിൽ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തെ ടെക്സ്റ്റ്, അത് നമുക്ക് ഒരിക്കലും കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്യാൻ സാധിക്കത്തില്ല. ഇതുപോലുള്ള ഭാഗത്തുള്ള സെറ്റിംഗ്സിലെ ചില ഭാഗത്തുള്ള ടെക്സ്റ്റുകൾ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. ഫോണിലെ ഏത് ഭാഗത്തുള്ള ടെക്സ്റ്റ് വേണമെങ്കിലും നമുക്ക് കോപ്പി ചെയ്യാൻ കണക്കിനുള്ള ഒരു ട്രിക്കാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നോട്ടിഫിക്കേഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റ് ഇതാ കോപ്പി ചെയ്യാം. ഇതുപോലെ കോപ്പി ചെയ്യാം കേട്ടോ. ആ ടെക്സ്റ്റ് ഞാൻ ഇതാ സെൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കോപ്പി ചെയ്ത് സെൻഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്കിത് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഉപകാരം വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അവർക്കറിയില്ലെങ്കിൽ അത് ഒരു ഉപകാരമായി മാറും. എന്തായാലും നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ആപ്ലിക്കേഷന്റെ ആവശ്യമുണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം സെർച്ച് ബാറിൽ യൂണിവേഴ്സൽ ഹോപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ സ്കിപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മളിതിൽ യൂണിവേഴ്സൽ ഹോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ഡിസേബിളിലായിരിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് വരും. നമ്മളത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ അക്സസിബിലിറ്റിയിലാണ് ഇതിന്റെ ഇത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടത്. ഡൗൺലോഡ് ആപ്സ് എന്ന് പറയുന്ന താഴത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആപ്ലിക്കേഷൻ നെയിം ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ യൂണിവേഴ്സൽ ഹോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് വരിക. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ആ ആപ്ലിക്കേഷന്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിനി നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്ത ഭാഗത്തുള്ള ടെക്സ്റ്റിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ സെറ്റിംഗ്സിലെ ടെക്സ്റ്റുകളൊന്നും നമുക്ക് ഇതുപോലെ കോപ്പി ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, കോപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് അതിലൊന്ന് നമുക്ക് ഏത് ഭാഗമാണോ ഏത് ടെക്സ്റ്റാണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നമ്മളത് ഇതുപോലെ കോപ്പി ചെയ്യാവുന്നതാണ്. ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ടിക്ക് മാർക്ക് വരും. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ഓപ്ഷൻ അങ്ങ് മാറും. അത് പോയിട്ടത് ഫോണിൽ എപ്പോഴും ഇതുപോലെ നോട്ടിഫിക്കേഷൻ ബാർ ഇട്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആവശ്യമായി വരുമ്പോൾ ഏതെങ്കിലും ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ ആവശ്യമായി വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അല്ലാത്ത സമയത്ത് നമ്മൾ ആപ്ലിക്കേഷനിൽ കയറിയതിന് ശേഷം ഇതൊന്ന് ഓഫ് ചെയ്തിട്ടിരുന്നാൽ മതി. ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓഫ് ചെയ്തിട്ടിരുന്നാൽ മതി. നമുക്ക് ആവശ്യത്തിന് മാത്രം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഒരു ഉപകാരം കൂടെ ഈ ആപ്ലിക്കേഷനെ കൊണ്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.